അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നുപോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽസലാം 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 ലാൽസലാം. മതപുരുഷന്മാർ ഇപ്പോൾ അത് 112 ആളുകൾ അധികമായി. അവർക്കാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ബാക്കി 90% ആളുകളും ഇവിടെ അന്തപട്ടിണിയിലാണ്. രൂക്ഷമായ വിലക്കയറ്റം തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല. തൊഴിൽ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല. ഉള്ള തൊഴിൽ നിഷേധിക്കുന്ന ഒരു ഗവൺമെന്റായിട്ട് BJPയുടെ ഗവൺമെന്റ് മാറുകയാണ്. അഥവാ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള തൊഴിലാളി ജനദ്രോഹ നടപടിക്കെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ ആ തൊഴിലാളികളെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അവരെ പീഡിപ്പിക്കുന്ന സമീപനവും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുകയാണ്. അത് കേന്ദ്ര ഗവൺമെന്റാണ്. എന്നാൽ ഇവിടെ ഒരു 80 ദിവസം പൂർത്തീകരിച്ച ഡൊണേഷൻ ഗവൺമെന്റ് നമ്മുടെ കേരളത്തിലുണ്ട്. അവിടെ ദാമോദർ മോഡിയാണെങ്കിൽ ഇവിടെ വടശ്ശേരി ദാമോദരന്റെ മകൻ സതീശനാണ് ഇവിടെ മുഖ്യമന്ത്രി. VD സവർക്കറുടെ പ്രേതം കൂടിയ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. RSSന്റെ തിരുത്തൂരമെല്ലാം ഇവിടെ അവർക്ക് പാർലമെന്റ് നിയമസഭകൾക്ക് 3 MLA-മാരുണ്ട്. എന്നാൽ അവരാണ് എങ്ങനെ ഭരിക്കണം എവിടെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിലേക്ക് RSSന്റെ തിരുത്തൂരം ഈ സതീശൻ ഇവിടെ നടപ്പിലാക്കിയാണ്. അവിടെ കേന്ദ്ര ഗവൺമെന്റ് വിമർശനവും സമരങ്ങളും നിരോധിക്കുമ്പോൾ ഇവിടെ സതീശനും വിമർശനങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല. അഥവാ സോഷ്യൽ മീഡിയയിൽ വിമർശനം നടത്തിയാൽ അത് നിർത്തം ചെയ്യുന്ന സമീപനപ്പെടുത്തിയാണ്. എല്ലാവരെയും 80 ദിവസം കഴിയുമ്പോൾ തന്നെ എത്രയോ ഭേദമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി സർക്കാർ എന്ന് നമ്മളല്ല UDF വോട്ട് കൊടുത്തവർ പോലും പറയുന്ന നിലയിലേക്ക് നമ്മുടെ കേരളീയ സമൂഹം മാറാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിൽ പോകുന്ന ഉദ്ഘാടകൻ അതുമായി ബന്ധപ്പെട്ട് മറ്റു വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നതുകൊണ്ട് മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രതിനിധികളെയും ഏറ്റുകൊണ്ട് പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ആ തൊഴിലാളികളെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കുന്നതിന് വേണ്ടി അവരുടെ വേതനത്തിന് വേണ്ടി മറ്റാനുകൂല്യങ്ങൾക്ക് വേണ്ടി നേതൃത്വപരമായ ഒരു പങ്കുവഹിക്കുന്ന സംഘടനയാണ് തോട്ടത്തൊഴിലാളി യൂണിയൻ CIT. ഈ സമ്മേളനം നടക്കുന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയില്ല. നമ്മുടെ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനമാണ്. മുഴുവൻ പ്രതിനിധികൾക്കും സംഘാടക സമിതിയുടെ ചെയർമാൻ നിലയിൽ സ്നേഹപരമായ സ്വാതന്ത്ര്യദിന ആശംസകൾ ആദ്യമായി നേരുകയാണ്. സ്വാതന്ത്ര്യം നേടി 80 വർഷം പിന്നിടുമ്പോഴും നമ്മുടെ രാജ്യത്ത് സമരം ചെയ്യാനും വിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണകൂടം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്കെതിരായിട്ട് ഒരക്ഷരം ഉരിയാടാൻ വേണ്ടി പാടില്ല എന്നതാണ് നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും തിട്ടൂരം. എന്നാൽ ആ തിട്ടൂരം അംഗീകരിക്കാൻ ഇന്ത്യയിലെ യുവജനങ്ങളും തൊഴിലാളികളും സന്നദ്ധരല്ല എന്ന് കഴിഞ്ഞകാല സമരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സഭയിൽ നടക്കുമ്പോൾ തൊഴിലാളികളുടെ മുമ്പിൽ ഒരു കോടാലി ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഏത് സമയത്തും നമ്മുടെ കൈത്തറക്കുന്ന നിലയിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കോടാലി നമ്മുടെ മുമ്പിൽ തൂങ്ങി നിൽക്കുകയാണ്. അത് ലേബർ കോഡാണ്. തൊഴിൽ നിയമം ഇന്ത്യൻ വർഗീയ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ യോജിപ്പിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച കർമ്മനിരതനായ പോരാളി സഖാവ് യെച്ചൂരിയുടെ വേർപാടിൽ ഈ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുന്നു. സഖാവ് VS അച്യുതാനന്ദൻ, പാവങ്ങളുടെ പടത്തലവൻ, പുന്നപ്ര വയലാർ സമരസേനാനി,
കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPIM മുൻ സംസ്ഥാന സെക്രട്ടറി, വിവിധ മേഖലകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പോരാട്ടങ്ങളുടെ പ്രതീകമായ സഖാവ് VS-ന്റെ വേർപാടിൽ ഈ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. CPIM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ രാജ്യത്തിന്റെ സമരചരിത്രത്തിൽ ജ്വലിച്ചു നിന്ന സഖാവ് N. ശങ്കരയ്യ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് വാസുദേവ ആചാര്യ, കുമ്പളയിലെ സുകുമാരൻ, ബാലസംഘ കാസർഗോഡ് ഏരിയ ജോയിന്റ് സെക്രട്ടറി അങ്കിത, ജില്ലയിലെ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവും CPIM മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന സഖാവ് AK നാരായണൻ, CPIM മുൻ ജില്ലാ സെക്രട്ടറി സഖാവ് K. വിജയരാമൻ, ഡോക്ടർ സ്വാമിനാഥൻ, AITC നേതാവ് BV രാജൻ, നാടുകാണിയിലെ ജാനകി, വയനാട് ചുരൽമലയിലും മുണ്ടക്കയിലും മറ്റുമുണ്ടായ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർ, പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർ, പുത്തിലോട്ടെ VP നാരായണൻ, ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ, ട്രേഡ് യൂണിയൻ നേതാവ് സഖാവ് MM ലോറൻസ്, സഖാവ് TP മാധവൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സുജാതയുടെ അമ്മ ജാനകിയമ്മ, ചീമേനി തോട്ടം തൊഴിലാളി സഖാവ് പ്രമീളയുടെ അവിടുത്തെ റോസമ്മ കുന്നൂസ് ഉൾപ്പെടെയുള്ള തോട്ടം തൊഴിലാളിയുടെ മേഖലയിലെ ഇടതുപക്ഷ നേതാക്കളോടൊപ്പം കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടൊപ്പം MM സുന്ദരൻ എന്ന് പറയുന്ന ഈ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. 1957 കേരളം രൂപീകരിച്ച ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പീരുമേട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് MM സുന്ദരൻ മത്സരിച്ചു. 6 തോട്ടം തൊഴിലാളികളുടെ ചോര വീണ് രക്തസാക്ഷിത്വമുണ്ടായ ആ മണ്ഡലത്തിൽ നിന്ന് MM സുന്ദരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നു. അങ്ങനെയൊക്കെ കൂടിയാണ് 57 USന്റെ ഗവൺമെന്റ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നല്ല രസമുള്ള ഈ സമ്മേളനത്തിൽ നിങ്ങൾ വന്നിരുന്ന് കാണുമ്പോൾ നല്ല ഡ്രസ് കോഡല്ലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. സാമാന്യം നല്ല ഭേദപ്പെട്ട വസ്ത്രം തന്നെയാണ് എല്ലാവരും ധരിച്ചിട്ടുള്ളത്. കാരണം ഒരു ജില്ലാ സമ്മേളനമൊക്കെ ആയതുകൊണ്ട് കുറച്ച് നല്ല പകിട്ട് തന്നെ പോകണം എന്നുള്ളതുകൊണ്ട് എല്ലാവരും ആണായാലും പെണ്ണായാലും നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് വന്നത്. ഇങ്ങനെ നല്ല വസ്ത്രം ധരിച്ച് ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ തോട്ടം തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായതിൽ നമുക്ക് നല്ല ഓർമ്മ വേണം. ഈ പറഞ്ഞ 6 രക്തസാക്ഷികളുടെ ചോരയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇഡലിയും കറിയും തിന്നുകഴിഞ്ഞു. ഉച്ചക്ക് ബാലകൃഷ്ണൻ പറഞ്ഞത് ശ്വാസം ഇന്ത്യന്മാർ നല്ല ഭക്ഷണമാണ്. പക്ഷെ ആ ചോറ് തിന്നുമ്പോൾ അത് കറിയെല്ലാം കൂട്ടി ഉരുളിയാക്കി ആഗ്രഹത്തിലാണ് തൊഴിലാളികൾ സംഘടിക്കാനും സമരം ചെയ്യാനൊക്കെ തുടങ്ങുന്നത്. അധ്വാനിക്കുന്നതിനനുസരിച്ച് തൊഴിലാളികൾക്ക് ഒരു പരിഗണനയുണ്ടാകും. ലോകത്തിന്റെ പല ഭാഗത്തും തൊഴിലാളികളുടെ സമരം നടക്കുന്നു. പതിയെ പതിയെ അതിന്റെ വാർത്തകൾ നമ്മുടെ നാട്ടിലും അറിയുന്നു. ഇന്നത്തെ നമ്മൾ അപ്പപ്പോ വാർത്തയില്ല. ഇന്നിപ്പോ അമേരിക്കയിൽ ഒരു സംഭവം നടന്ന അപ്പം നിങ്ങളെ അല്ലേ മൊബൈലിൽ നമുക്ക് വാർത്ത കിട്ടും. അന്ന് അമേരിക്കയിൽ ഒരു സംഭവം നടന്നാൽ കേരളത്തിൽ ഇന്നത്തെ കേരളത്തിൽ അതേണി പോയി കൊല്ലം കഴിയും. ഇന്നത്തെ പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സൗകര്യമില്ല. പക്ഷെ പതിയെ പതിയെ അത്തരം കാര്യങ്ങൾ അറിയുകയാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ തൊഴിലാളികളുടെ സംഘടനകൾ ഉണ്ടാകുന്നത്. അതിന് സംഘടിതമായ ചില രൂപങ്ങൾ ഉണ്ടാകുന്നത്. ബോംബെയാണ് അന്നും ഇന്നും ഇന്ത്യയിലെ വലിയ ഫാക്ടറികളുടെ തൊഴിലാളികളുടെ കേന്ദ്രം. അവിടെ തൊഴിലാളികളുടെ സംഘടന ഉണ്ടാകുന്നു, സമരങ്ങൾ ആരംഭിക്കുന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് കേരളത്തിൽ ഇന്ന് നമ്മൾ കേരളം എന്ന് വിളിക്കുന്ന ഭൂരിഭാഗം. അത് ഒറ്റ കേരളമല്ല. തിരുവിതാംകൂർ വേറെ, കൊച്ചി വേറെ, മലബാർ വേറെ. അതിലൊന്നും പെടാതെയാണ് നമ്മൾ കാസർഗോഡ് കാര്യം. ഇന്ന് കാസർഗോഡ് ജില്ല എന്ന് വിളിക്കുന്ന സ്ഥലം അന്ന് സൗത്ത് കേരള, മംഗലാപുരം ആസ്ഥാനമായിട്ടുള്ള സൗത്ത് കേരളത്തിന് കീഴിലായിരുന്നു. യഥാർത്ഥത്തിൽ 56 ഈ സംസ്ഥാന പുനഃസംഘടന നടക്കുമ്പോൾ അന്നത്തെ കർണാടക സമിതിയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മുടെ പിലിക്കോട് തൃക്കരിപ്പൂര് വരെയുള്ള ആളുകളെല്ലാം ശശിയേട്ട ഇപ്പൊ ആരായിരുന്നു? കർണാടകക്കാരായിട്ട് ഉണ്ടാവുമായിരുന്നു. നമുക്കിപ്പോ കുമ്പള മഞ്ചേശ്വരക്കാരെ കാണുമ്പോൾ അല്ലേ ഒരു ചെറിയ ന്യൂനപക്ഷം, നമുക്ക് ചെറിയൊരു ഇതാണ്. ഇവരിൽ അന്നേ കർണാടകത്തിലേക്ക് പോയില്ലെങ്കിൽ ബാലകൃഷ്ണനെല്ലാം ഇടയ്ക്ക് അങ്ങനെ ആലോചിക്കുന്നതാണ്. അവർ നമ്മളോട് പറയട്ടെ, ആരോട്? കർണാടകക്കാർ, ഈ കുമ്പളക്കാരും മഞ്ചേശ്വരക്കാരും നമ്മൾ കാഞ്ഞങ്ങാടുകാരോടും നീലേശ്വരക്കാരോടും പണത്തടിക്കാരോടെല്ലാം പറയട്ടെ, നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിക്കോളൂ.
പക്ഷേ ദൗർഭാഗ്യം നമ്മുടെ ഭാഗ്യത്തിനും അവരുടെ ദൗർഭാഗ്യം പഴയ കാസർഗോഡ് താലൂക്ക് തോപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നത് കേരളത്തിൽ ഉൾപ്പെടുന്നു. അതിന് മുമ്പേ തന്നെ ഈ പഴയ നാട്ടുരാജ്യങ്ങളൊക്കെ ആയിരിക്കുന്ന പലതായിരിക്കുന്ന കാലത്ത് തന്നെ കേരളത്തിൽ സംഘടിതമായ തോട്ടങ്ങൾ രൂപപ്പെട്ടു വന്ന മേഖലയിൽ ഇന്നത്തെ വയനാട്, ഇടുക്കി ജില്ലകളിൽ, അതുപോലെ കോട്ടയത്തിലൊക്കെ കിഴക്കൻ മേഖലകളിൽ അവിടെയൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്ലാന്റേഷൻസ് വന്നത്, തോട്ടങ്ങൾ വന്നത്. അത്തരം മേഖലകളിൽ തോട്ടം തൊഴിലാളികളുടെ സംഘടനകൾ ഉണ്ടാകാൻ തുടങ്ങി, വലിയ സമരങ്ങൾ ആരംഭിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അന്ന് ബ്രിട്ടീഷുകാർക്കും നാട്ടുരാജാക്കന്മാർക്കും എതിരായിട്ട് അവരുടെ ചൂഷണങ്ങൾക്കെതിരെയാണ് തോട്ടം തൊഴിലാളികളുടെ സമരം നടന്നതെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കോൺഗ്രസിന്റെ ഭരണം വന്നതിന് ശേഷവും ഈ ചൂഷണങ്ങളുണ്ട്. തൊഴിലാളികളുടെ കാര്യമായ ഒരു അവകാശവും അംഗീകരിക്കപ്പെട്ടില്ല. അവിടെ തോട്ടം തൊഴിലാളികളുടെ മേഖലയിൽ രക്തരൂക്ഷിതമായ സമരങ്ങൾ തന്നെ നടന്നു. 1951 ഇടുക്കിയിലെ പീരുമേടി അവിടുത്തെ ഒരു സ്വകാര്യ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ നടത്തിയ സമരം. ആ തോട്ടമുടമ അതിഭീകരമായിട്ടാണ് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ടും ചൂഷണം നടത്തിക്കൊണ്ടിരുന്നത്. അതിനെതിരായിട്ട് നടത്തിയ സമരത്തെ അന്നത്തെ തിരുവിതാംകൂർ രാജാവിന്റെ, തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ആ തോട്ടം ഉടമ അടിച്ചുമർത്താൻ ശ്രമിച്ചു. പോലീസ് വെടിവെച്ചു. 6 തോട്ടം തൊഴിലാളികൾ രക്തസാക്ഷികളായി. സഹിക്കവയ്യാതെ അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത തൊഴിലാളി നേതാക്കളിൽ ഒരാൾ MM സുന്ദരൻ. സമരം നടക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ കോൺഗ്രസ് ഗവൺമെന്റ് ഈ തോട്ടം തൊഴിലാളികളോട് കാണിച്ച ക്രൂരതയും അതിനെതിരായിട്ട് ആ തോട്ടം തൊഴിലാളികൾ സമരം ചെയ്തപ്പോൾ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് പണിയെടുക്കാതിരിക്കാൻ കഴിയില്ല. ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, അതിനുള്ള ചെറിയ വകയെങ്കിലും കിട്ടണമെങ്കിൽ പണിയെടുത്തേ പറ്റും. അതുകൊണ്ട് എല്ലാ മർദ്ദനങ്ങളും സഹിച്ച്, ക്രൂരമായ ചൂഷണങ്ങൾ സഹിച്ച് ബ്രിട്ടീഷുകാരുടെയും നമ്മുടെ നാട്ടിലെ ഈ ജന്മി നാടുവാഴികളുടെയും വാഴ്ചയും കടുത്ത നിലയിലുള്ള ചൂഷണത്തിന് തോട്ടം മേഖലയിലെ തൊഴിലാളികൾ മാത്രമല്ല, എല്ലാ മേഖലയിലെയും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും എല്ലാം അവസ്ഥകൾ തന്നെയായിരുന്നു. 80ാം ദിനത്തിൽ ഇങ്ങനെ സമ്മേളനം ചേരുമ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താ? ബ്രിട്ടീഷുകാരുടെ ഭരണം പോയി ഇന്ത്യക്കാരൻ ഭരിക്കുന്നു എന്ന് പറയുന്നതല്ലല്ലോ സ്വാതന്ത്ര്യം. അത് രാഷ്ട്രീയമായിട്ടുള്ള അധികാര കൈമാറ്റം മാത്രമാണ്, കേവല സ്വാതന്ത്ര്യം മാത്രമാണ്. അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരനെന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു. 47 ആഗസ്റ്റ് 15 മുമ്പും 47 ആഗസ്റ്റ് 15 ശേഷം ആ മാറ്റത്തിൽ ഏറ്റവും പ്രകടമാണ് ഇന്ന് തോട്ടം തൊഴിലാളികളുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ ഈ നാട്ടിലെ മറ്റേത് മനുഷ്യനെയും പോലെ നല്ല അന്തസ്സായി ജീവിക്കുന്ന ഒരാളായിട്ട് തോട്ടം തൊഴിലാളികൾക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയും. രാവിലെ ഈ സമ്മേളനത്തിന് വരണോ എന്നുള്ള കാര്യത്തിൽ ഇന്നലെ രാത്രിയിൽ, ഇന്നലെ പകലെല്ലാം നമ്മൾ സംഘർഷത്തിലായിരുന്നു. നമ്മൾ സാധാരണ പൊതുവായ രക്തസാക്ഷികളെ കുറിച്ച് പറയും, പക്ഷെ നമ്മുടെ മേഖലയിൽ തന്നെ എത്രയോ മനുഷ്യർ ഈ പറഞ്ഞ സമരത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, അല്ലാതെ തന്നെ എത്ര തൊഴിലാളികൾ പ്രതികരിച്ചതിന്റെ പേരിൽ, അനീതിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അന്നത്തെ തോട്ടമുടമകളുടെ ക്രൂരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയമായി ജീവിതം പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിന്റെ ആകെ ഉൽപ്പന്നമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിന്നുണ്ടായ ഈ മാറ്റം. തോട്ടം തൊഴിലാളികൾ ആ കാലം തൊട്ടേ അത്രയും സംഘടിതരായിരുന്നു. കാരണം എന്താ? നമ്മുടെ രാജ്യത്തെ ഏത് സർക്കാരിനായാലും പഴയ രാജഭരണത്തിനായാലും ഇതിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഏത് നാടിന്റെയും സാമ്പത്തിക രംഗത്തെ സമ്പത്ത് ഉൽപാദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് തോട്ടങ്ങൾ. കറുത്ത പൊന്ന് എന്നറിയപ്പെടാൻ ഇടയായി. പഴയ കേരളത്തിലെ തമ്പുരാക്കന്മാർക്ക് വലിയ വരുമാനമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ കുരുമുളക്. അതുകൊണ്ടാണ് ഈ പോർച്ചുഗീസുകാർ വന്നിട്ട്, അന്ന് സാമൂതിരിയുടെ രാജാവാണ് കോഴിക്കോട് ഭരിക്കുന്നത്,
പോർച്ചുഗീസുകാർ വന്ന രാജാവിനെ പ്രതിഫലം കൊടുത്തു. കുറെ കൊല്ലം കഴിഞ്ഞപ്പോ പോർച്ചുഗീസുകാര് കുരുമുളക് വള്ളി തന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. കുരുമുളക് വള്ളി തന്നെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോ സാമൂതിരി രാജാവിന്റെ മന്ത്രിമാര് പോയിട്ട് രാജാവിനോട് സങ്കടം പറഞ്ഞു. രാജാവിനെ അവര് പറങ്കിയേട്, പോർച്ചുഗീസുകാരെ അങ്ങനെയാണ് വിളിക്കുക, പറങ്കിയേട് കുരുമുളക് വള്ളി തന്നെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. തമ്പുരാൻ എങ്ങനെയാണ് അതിന് അനുമതി കൊടുത്തത്? വള്ളിയെ കൊണ്ടുപോയിട്ട് അവരാളെ കൃഷി ചെയ്താൽ പിന്നെ അവർ കുരുമുളകിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. നമ്മളെ കച്ചവടം കൂട്ടൂലേ, നമ്മളെ വരുമാനം ഇല്ലാതാവുമല്ലോ. അപ്പൊ രാജാവ് അവരോട് ചോദിച്ചു, നീ മന്ത്രിയായിട്ട് എന്ത് കാര്യം, വിവരം വേണ്ടേ? അവർക്ക് വള്ളിയല്ലേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ, ഞാറ്റുവേല കൊണ്ടുപോകാൻ കഴിയുള്ളൂ. തിരുവാതിര ഞാറ്റുവേലക്കാണ് ഏത് കൃഷി ആരംഭിക്കുക? കുരുമുളക് കൃഷി ആരംഭിക്കുക. അപ്പൊ രാജാവിന്റെ ധാരണ, സാമൂതിരി രാജാവിന്റെ ധാരണ പോർച്ചുഗീസിൽ എന്തില്ല, തിരുവാതിര ഞാറ്റുവേലയില്ലല്ലോ, അതിനിടെ ഉണ്ടാവുള്ളൂ. കോഴിക്കോടും മലപ്പുറത്തും കണ്ണൂരല്ലേ ഉണ്ടാവുള്ളൂ. അവിടെ അവർ വള്ളി കൊണ്ടപ്പോ ലേലം അതുപോലെ തന്നെയുള്ള മറ്റ് തോട്ടവിളകൾ വന്നപ്പോൾ, തേയിലയും കാപ്പിയും വന്നപ്പോൾ നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ തോട്ടം തൊഴിലാളികൾ ആ നിലയിൽ നമ്മുടെ നാടിന്റെ സമ്പദ് ഉത്പാദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ നിലയിലുള്ള പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ തോട്ടം മേഖലയെ അവഗണിക്കാനോ തോട്ടം തൊഴിലാളികളെ അവഗണിക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് അക്കാലത്ത് തന്നെ ഏറ്റവും ശക്തമായ ട്രേഡ് യൂണിയനുകൾ, സംഘടിത തൊഴിലാളി പ്രസ്ഥാനം തോട്ടം തൊഴിൽ മേഖലയിൽ ഉണ്ടായത്. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇടുക്കിയിലെ തോട്ടത്തിൽ സമരം ചെയ്ത തൊഴിലാളികളെ വെടിവെച്ചെല്ലാം കൊല്ലേണ്ടി വന്ന സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അങ്ങനെയെല്ലാം സാഹചര്യമുണ്ടായ നാട്ടിൽ അതിന്റെയെല്ലാം ഫലമായിട്ട് തോട്ടം മേഖലയിലെ തൊഴിലാളികൾ കടുത്ത സംഘർഷങ്ങളിലേക്കും സമരങ്ങളിലേക്കും നീങ്ങിയപ്പോൾ അന്ന് രാജ്യം ഭരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റിന് തോട്ടം തൊഴിലാളികളുടെ സംഘടിത ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1951 തോട്ടം തൊഴിലാളികളുടെ ക്ഷേമം, അവരുടെ കൂലി, അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രാജ്യത്തെ ആദ്യത്തെ നിയമം ഉണ്ടാവുന്നു. പ്ലാന്റേഷൻ ലേബർ ആക്ട് 1951 എന്ന് പറയുന്ന നിയമം അന്ന് നെഹ്റുവിന്റെ ഗവൺമെന്റിന് പാസ്സാക്കേണ്ടി വന്നത്, പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കേണ്ടി വന്നത് അങ്ങനെയാണ്. നമ്മൾ കാണേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ ആയ വർഷമാണേത് 1951. 47 സ്വാതന്ത്ര്യം കിട്ടി, 1950 നമ്മുടെ ഭരണഘടന വന്നു. എന്നിട്ട് 1951 ജനുവരിയിലാണ് നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന് ആദ്യത്തെ പാർലമെന്റ് ഉണ്ടാകുന്നത്. അങ്ങനെ പാർലമെന്റ് ഉണ്ടായി അതിന്റെ സമ്മേളനങ്ങൾ ആരംഭിച്ചപ്പോ ആ ആദ്യത്തെ വർഷം തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായ തൊഴിൽ നിയമങ്ങളിൽ ആദ്യത്തെ തൊഴിൽ നിയമം ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടല്ല, മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടല്ല, വീട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെയോ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാ. 1951 ഈ സംസ്ഥാനം ഉണ്ടാകും. 56 സംസ്ഥാനമുണ്ടായി. 57 കേരളത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. VMS മുഖ്യമന്ത്രിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഗവൺമെന്റ് ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കി, വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ ഉണ്ടാക്കി, തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും വേണ്ടിയിട്ടുള്ള വലിയ നടപടികൾ സ്വീകരിച്ചു. അക്കൂട്ടത്തിൽ 1958 അന്നത്തെ EMS ഗവൺമെന്റ് നിയമസഭയിൽ കേരളത്തിലെ പ്ലാന്റേഷൻ നിയമം പാസാക്കി. 51 പാർലമെന്റ് പാസാക്കി. അതിന്റെ ചുവട് പിടിച്ച് കേരളത്തിൽ കേരള ഗവൺമെന്റിന്റെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടാകുന്നത്, തോട്ടം മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടാകുന്നത് ആദ്യത്തെ EMS ഗവൺമെന്റിന്റെ കാലത്താണ്. അങ്ങനെ എക്കാലവും തോട്ടം തൊഴിലാളികളുടെ ജീവിതം, അവരുടെ സാഹചര്യങ്ങൾ അത് കടുത്ത ചൂഷണത്തിൽ നിന്ന് മുക്തമാക്കി അവർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇടപെട്ടതാണ് നമ്മുടെ ഈ ട്രേഡ് യൂണിയൻ. രാഷ്ട്രീയ ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ തോട്ടം തൊഴിലാളികളുടെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ സംഘടിത തൊഴിലാളി പ്രസ്ഥാനം ഈ പഴയ ചരിത്രം മാത്രമല്ല, 58 നിയമങ്ങൾ വെച്ചുകൊണ്ട് വലിയ ആനുകൂല്യങ്ങൾ കിട്ടി. കേരളത്തിൽ ഭൂപരിഷ്കരണമൊക്കെ നടപ്പിലായപ്പോൾ കേരളത്തിൽ വൻകിട തോട്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു. നമ്മുടെ തോട്ടങ്ങളിൽ മഹാഭൂരിപക്ഷവും ഏതായിട്ട് മാറി? ചെറുകിട തോട്ടങ്ങളായിട്ട് മാറി, സ്മോൾ പ്ലാന്റേഷൻ ആയിട്ട് മാറി. അപ്പൊ 51 58 നിയമങ്ങളുടെ ആനുകൂല്യം ഈ പ്ലാന്റേഷൻ നിയമം 2020 ഇന്ത്യൻ പാർലമെന്റിൽ മറ്റൊരു
ഭേദഗതി കൊണ്ടുവന്നിട്ട് 1951 നിയമം റദ്ദ് ചെയ്തു. ഇപ്പൊ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു നിയമം ഇന്ത്യയിൽ ഇല്ല. സ്വാതന്ത്ര്യം കിട്ടി ഈ 3/4 നൂറ്റാണ്ട് തോട്ടം തൊഴിലാളികളുടെ ഈ വലിയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ട്രേഡ് യൂണിയനുകൾക്ക് ശക്തി ഉണ്ടായത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 57-ലെ ആദ്യത്തെ EMS ഗവൺമെന്റ് കേരളത്തിൽ തോട്ടം തൊഴിലാളികളുടെ നിയമം ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പോ 2020 ഇന്ത്യയിലെ തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് തൊഴിലാളികളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇടുക്കി പോലെ വന്ന 4 ലേബർ കോഡുകൾ. ആ 4 ലേബർ കോഡിനെ കുറിച്ച് നിങ്ങൾ പറയായി പ്രസംഗിക്കേക്കരുത്. നമ്മുടെ യൂണിയനുകളുടെ ജാഥയിലും മീറ്റിങ്ങുകളിലും PG മോഹൻ വന്നിട്ടും ശ്രീനിവാസൻ വന്നിട്ടും തമ്മാനാട്ടം വന്നിട്ടും ഇതിനെ കുറിച്ച് വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ 4 ലേബർ കോഡ് പാസാക്കിയിട്ടുണ്ട്. സർക്കാരിനെതിരെയാണ് സമരം. ഇപ്പൊ പിന്നെ ആഗസ്റ്റ് 10-ാം തീയതി നമ്മൾ കാഞ്ഞങ്ങാട് സമരം നടത്തി. കുറച്ചാളുകൾ നിങ്ങളുമായി വന്നിട്ടുണ്ട്. 4 ലേബർ കോഡിനെതിരെ പ്രസംഗം കേട്ടതല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ ലേബർ കോഡുകൾ നമ്മളെ ബാധിക്കുന്നതാണ്? തോന്നിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കോ, ഈ 4 ലേബർ കോഡ് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം ചെയ്തത് 29 തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിലെ വിവിധ തൊഴിൽ മേഖലകളിൽ കഴിഞ്ഞ 100 കൊല്ലം കൊണ്ട് 1920 മുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1926 മുതൽ അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം തൊട്ട് ഉണ്ടാക്കിയ നിയമം തൊട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ 100 കൊല്ലം കൊണ്ട് പാസാക്കിയിട്ടുള്ള 29 തൊഴിൽ നിയമങ്ങൾ ഇല്ലാതാക്കി. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്ന് ഒന്നുപോലെ ലാൽസലാം. ചന്തുറപ്പിനുള്ളിലായി ചെത്തുവച്ച ചെങ്കൊടി ചന്ദ്രമോടെ പാടിടുന്നു നല്ല നാടിനാം. ലാൽസലാം 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 മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്ന് ഒന്നുപോലെ ലാൽസലാം. ചന്തുറപ്പിനുള്ളിലായി ചെത്തുവച്ച ചെങ്കൊടി ചന്ദ്രമോടെ പാറിടുന്നു നല്ല നാടിനാം. ലാൽസലാം 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 ലാൽസലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്ന് ഒന്നുപോലെ ലാൽസലാം. ചന്തുറപ്പിനുള്ളിലായി ചെത്തുവച്ച ചെങ്കൊടി ചന്ദ്രമോടെ പാറിടുന്നു നല്ല നാടിനാം. ലാൽസലാം 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 ലാൽസലാം
ചെങ്കൊടി ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ ലാൽസലാം 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 ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.